അല്ലല്ല, അതൊക്കെ അദ്ദേഹം തീരുമാനിക്കണം. പാർട്ടിക്ക് ഒരു ബന്ധമില്ലല്ലോ, പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹം. അല്ല, പാർട്ടിയുടെ പുറത്തല്ല അദ്ദേഹം. അദ്ദേഹം രാജിവെക്കാതിരിക്കും. അല്ലല്ല, നിങ്ങളത് പറഞ്ഞോട്ടെ, എന്നെ ഒന്ന് അനുവദിക്കും. നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചല്ല. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത്. ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. അത് രാജിവെക്കാതിരിക്കും എന്തുകൊണ്ട് ഇനിയിപ്പോൾ ഇലക്ഷൻ 2-3 മാസമല്ല. എന്ത് തീരുമാനം എടുത്താലും നമുക്ക് യാതൊരു വിരോധമില്ല. ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലൊരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ ആ തീരുമാനത്തെ ചില മാധ്യമങ്ങൾ അതിനെ അങ്ങോട്ട് സൈഡ് ലൈൻ ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ സാങ്കേതികത്വം മറ്റൊക്കെ ചോദിക്കല്ലേ. ഈ സാങ്കേതികത്വം ഒന്നും ഒരു റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു MLA LDFിൻ്റെ കൂടെ CPM ഇരിക്കുമ്പോൾ അവിടെ പോയി ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങളാരും ആരെങ്കിലും ചോദിച്ചോ? മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്ന എന്നെ മറുപടി പറയാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾ ചോദിക്കുന്ന ഈ ആവേശം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ആദ്യം പോയി ചോദിച്ചിട്ട് വാ. റേപ്പ് കേസിലെ പ്രതി MLA ആയിട്ട് അവിടെ ഇരിക്കുകയാണെന്നൊന്ന് ഒന്ന് ചോദിച്ചിട്ട് വാ. ഏടാ എന്ന് അല്ലല്ല, ഞാൻ ഇത് കേക്ക് ഇതും കൂടി നിങ്ങൾ കേൾക്കണമല്ലോ. നിങ്ങൾ എത്ര കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾ പാർട്ടി കോടതി തീരുമാനിച്ച് വേണമെങ്കിൽ നടപടിയെടുക്കും. പാർട്ടിക്കകത്ത് പുറത്തല്ല. CPMൽ എത്ര പേരുണ്ട് ഈ ജില്ല? നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ലേ സംസാരിക്കുന്നത്? ഈ ആലപ്പുഴ ജില്ലയിലുണ്ടല്ലോ പാർട്ടിക്ക് പരാതി കിട്ടിയ കേസുകൾ. പാർട്ടിക്ക് സ്ത്രീകൾ പരാതി കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയത്. എന്നിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയേക്കുന്ന ആളുകളുണ്ടല്ലോ, ഇഷ്ടംപോലെ ആളുകൾ. അപ്പോൾ ഇനി പിണറായി വിജയനെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചോദിക്കാൻ മറക്കരുത്. അല്ല, അങ്ങനെ പടക്കം പൊട്ടിക്കണില്ല. കാരണം എന്താ അറിയോ, കോൺഗ്രസ് ഇങ്ങനെയൊന്നും തീരുമാനിക്കുമെന്ന് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എന്താണ് അവരാഗ്രഹിച്ചത്? ഞാൻ നിങ്ങളോട് പറയാമല്ലോ, അവരാഗ്രഹിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇത് എല്ലാ ദിവസവും ലൈവായിട്ട് നിർത്തുക. അതിൻ്റെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുക. ഗവൺമെൻറ്റിനെതിരായ ജനങ്ങളുടെ അതിശക്തമായ വികാരം അതിനെ സൈഡ് ലൈൻ ചെയ്യുക, എന്നിട്ട് കൊണ്ടുവരിക. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയാമായിരുന്നല്ലോ പിറ്റേ ദിവസം രാവിലെ ഈ പരാതി കിട്ടുമെന്നും അറിയാമായിരുന്നല്ലോ. മുഖ്യമന്ത്രിക്ക് ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനും ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ. ഒരു പോലീസുകാരൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ല, കേട്ടോ, ഞാൻ പറഞ്ഞേ കൂടി കേട്ടോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയാമായിരുന്നു. അതൊന്ന് അന്വേഷിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നു ഈ പെൺകുട്ടി പരാതിയുമായി പിറ്റേ ദിവസം വരുമെന്ന്. മനസ്സിലായേ? അല്ല, സംരക്ഷണമല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് ഇതിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്യണമെന്നോ കേസെടുക്കണമെന്നോ ഇതൊന്നും അല്ല അവരുടെ താല്പര്യം. അവരുടെ താല്പര്യം പൊളിറ്റിക്കലായിരുന്നു. അതായത് ഇത് ലൈവാക്കി ഇലക്ഷൻ വരെ നിർത്തി ഈ ശബരിമല ഞാൻ പറയണ ആദ്യം ചോദിക്കുമ്പോൾ ഇതൊരു മര്യാദ പഠിക്കാം. ഒരാൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കില്ലേ, ഞാനിങ്ങനെ നിന്ന് എന്നൊന്നും നേരത്തെ ചോദിക്കില്ലേ? എടാ അല്ലല്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞാൻ മറുപടി പറയാതെ ചോദിക്കാൻ ഇയാൾക്കൊരു അവകാശമില്ല. അല്ലേ ഇവരൊക്കെ മിണ്ടാതെ നിൽക്കണ്ടില്ലേ? അല്ലേ, മിണ്ടാതെ നിൽക്കേ. ഞാൻ സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇയാളിനി ചോദിക്കണ്ട. നിങ്ങൾ അല്ലല്ല, അതെന്ത് മര്യാദയുടെ ഈ കാണിക്കുന്നത്? കൈരളിയാണെന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസമാണ്? ഞാൻ മറുപടി പറയുന്നതിൻ്റെ ഇടയിൽ ചോദിക്കാൻ പറ്റില്ല. അല്ലെ, ഞാൻ പറയില്ല. അതൊക്കെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞപ്പോൾ കൈരളിക്കാരൻ ചൊറിഞ്ഞ് ഇതാണല്ലോ. അപ്പൊ ഇവർക്ക് അല്ലല്ല, ഞാൻ പറയട്ടെ, അവർക്ക് അറിയാമായിരുന്നു തലേ ദിവസം അവർക്ക് അറിയാമായിരുന്നു പരാതി വരുമെന്ന്. എന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. അപ്പം ഇത് ഇലക്ഷൻ വരെ ഇങ്ങനെ ലൈവാക്കി നിർത്തണം എന്നുള്ള ഒരാഗ്രഹം മാത്രമായിരുന്നു. പറഞ്ഞില്ലല്ലോ ഏട്ടാ, എൻ്റെ ഇത്ര ധൃതി ഇതൊന്നും ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കാണാറില്ലല്ലോ ഈ ആവേശം. ഞാനിങ്ങനെ നിന്നിരുന്നോണ്ടല്ലേ. അല്ല, നിങ്ങൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ഗംഭീരമായ തീരുമാനം, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയായിട്ടുള്ള തീരുമാനമെടുത്തു. ഞങ്ങളെല്ലാം നിൽക്കുന്ന അഭിമാനത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് എനിക്ക് CPMനോട് പറയാനുള്ളത്, CPMൻ്റെ കയ്യിലിരിക്കുന്ന പണ്ട് പോലെ കിട്ടിയിരിക്കുന്ന പരാതികളെക്കുറിച്ച് നിങ്ങൾക്ക് പോലീസിലേക്ക് കൊണ്ട് നടപടിയെടുപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം.